നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അരിവെട്ടിയാൽ നിർമ്മിക്കുന്ന ആനക്കത്തിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. വണ്ടിയുടെ ഉരുക്ക് പ്ലേറ്റാണ്. ഈ പ്ലേറ്റ് മുറിച്ച് അദ്ദേഹം അളവിനാക്കിയാണ് ആനക്കത്തി നിർമ്മിക്കുന്നത്. ഇതിൻ്റെ ഓരോ പ്രോസസ്സിങ്ങും നമുക്ക് അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട്. വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും ഇന്ന് ഈ വീഡിയോ. അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ജനങ്ങൾ സ്വീകരിച്ച വീഡിയോ ആയതുകൊണ്ടും ചില ആൾക്കാരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് വ്യത്യസ്തമായ എന്തെങ്കിലും വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ആനക്കത്തിയാണ് നിർമ്മിക്കുന്നത്. ഇത് ഓർഡർ അനുസരിച്ച് അദ്ദേഹം ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിങ് നമുക്ക് പരിചയപ്പെടാം. ഇതിൻ്റെ ഫുൾ സ്വിങ്ങിലുള്ള കത്തിയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടർ വീഡിയോ നമുക്ക് തുടർന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പണിശാലയിലേക്ക് നമുക്ക് എത്തപ്പെടാം. അദ്ദേഹത്തിൻ്റെ വർക്ക് നമുക്ക് കണ്ട് ആസ്വദിക്കാം. നമസ്കാരം. നമ്മുടെ പേരെങ്ങനെ? എൻ്റെ ഒരു വിജയൻ എന്നാണല്ലേ? ഓക്കെ. നമ്മുടെ ഹരിഭാഷനെയൊക്കെ എത്ര ആളായിട്ട് അറിയാം? ഉണ്ട്. പുള്ളി ഒരു ഞാനിവിടെ വരുന്നതിന് മുമ്പ് വരെ പുള്ളി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങോട്ട് പുള്ളിയുടെ വർക്കൊക്കെ എങ്ങനെയുണ്ട്? പുള്ളിക്ക് സമയം കിട്ടുന്നില്ല. പുള്ളി നല്ല വർക്കിനൊക്കെ നല്ല ആളാണ്. ഓക്കെ ഓക്കെ. പിന്നെ പുള്ളി ഈ ഇതൊക്കെ ചെയ്യുന്ന അറിയാമല്ലോ, വെട്ടി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അറിയാമല്ലോ. അതൊക്കെ എങ്ങനെയുണ്ട്? അതിനെപ്പറ്റിയൊക്കെയുള്ളൊരു അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. പുള്ളിക്ക് ഒരു വർക്ക് മാത്രമല്ലല്ലോ, എല്ലാ പല വർക്കുകളും ചെയ്യും. ഒന്നിനും മാറ്റി നിർത്തണ്ട. അങ്ങനെ പക്ഷെ കിട്ടാൻ പാടാണ്. ശരി. ഇത് അദ്ദേഹത്തിൻ്റെ ഉലയാണ്. ഇവിടെയാണ് ഇത് കത്തിച്ചിട്ടാണ് അദ്ദേഹം ഉരുക്ക് മുറിച്ചത് പഴുപ്പിച്ച് എടുക്കുന്നത്. പഴുപ്പിച്ച് എടുത്തതിന് ശേഷമാണ് അത് തല്ലി പരത്തി അതിൻ്റെ ആകൃതിയിലൊക്കെ ആക്കി പണിയെടുക്കാൻ പറ്റുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ കായിക അധ്വാനം കുറേയേറെ ഉണ്ട്. അതൊക്കെ നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുള്ളതാണ്. നമുക്ക് ഇന്നും ഈ വീഡിയോയിൽ കാണാം. നല്ലൊരു വീഡിയോ തന്നെയായിരിക്കും ഇന്നത്. ഉല കത്തിച്ച് അദ്ദേഹം ഇരുമ്പല്ല ഉരുക്കിൻ്റെ പീസ് പഴുപ്പിക്കാനായിട്ട് ഉലയിലേക്ക് വെച്ചിരിക്കുകയാണ്.
ഉദ്ദേശിക്കുന്നത് ഇത്? പിത്തള വെൽഡ് ചെയ്യാൻ 2 സൈഡിലായിട്ട് കട്ടിക്ക് പിത്തള കയറ്റുക. 2 സൈഡിലോട്ട് പിത്തള വെൽഡ് ചെയ്ത് പിടിപ്പിക്കാം അല്ലേ? ഇനിയാണ് ഫിനിഷിംഗ് ആയിട്ടില്ല കത്തി അല്ലേ? ഒന്നും ആയിട്ടില്ല. ഇത് പിച്ചള കെട്ടി നമ്മൾ റെഡിയാക്കി എടുക്കണം. ഏകദേശം ഒരു 50% വർക്കായിട്ടുള്ളായിരിക്കും അല്ലേ? അല്ലേ, അത്രേ ഉള്ളൂ. ഇനി 50% കിടക്കുന്നേ ഉള്ളൂ അല്ലേ? ഇനി 50% വർക്ക് നമ്മളിനി പിത്തള കെട്ടി റെഡിയാക്കി എടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ഗ്യാസ് വെൽഡാണ് ചെയ്യുന്നത് അല്ലേ? ഇത് ഗ്യാസ് വെൽഡാണ്. അദ്ദേഹത്തിൻ്റെ വളരെ നേരത്തെ കഠിന അധ്വാനത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ ആനക്കത്ത് നിർമ്മിച്ചിരിക്കുകയാണ്. ഇത് ഓർഡർ അനുസരിച്ച് നിർമ്മിച്ചിരിക്കുകയാണ്. ഇതാണ് ആനക്കത്തി. ഇതിന് പല തരത്തിലുള്ള ആനക്കത്തികളുണ്ട്. ഇത് മാത്രമല്ല, ഇതിൻ്റെ പല രൂപത്തിലുള്ള ആനക്കത്തികൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു ഇതിപ്പോൾ ഈ രൂപത്തിൽ വേണമെന്നാണ് ഓർഡർ കൊടുത്തപ്പോൾ അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത്. ധാരാളം വർക്കുകൾ അദ്ദേഹം ചെയ്തിട്ടുള്ള ആളാണ്. ധാരാളം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ നിർമ്മാണത്തിൽ ഇത്തരം കത്തികളോ കാര്യങ്ങളോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മളോട് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം നമുക്ക് വേണ്ട നമ്മുടെ ഓർഡർ അനുസരിച്ച് നമ്മൾ പറയുന്ന പോലെ തന്നെ ചെയ്തു തരും. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ നമ്പറുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംശയം ചോദിക്കാം. അദ്ദേഹം ഏത് രൂപത്തിലുള്ള കത്തികളും നമുക്ക് നിർമ്മിച്ച് തരും. അദ്ദേഹത്തിനായിട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ നമ്പറാണിത്. ഹരി വെട്ടിയാറാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മാവേലിക്കര പന്തളത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് വെട്ടിയാറ്. ഈ വെട്ടിയാർ എന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. വെട്ടിയാർ ജംഗ്ഷൻ വന്നിട്ട് ആരോട് ചോദിച്ചാലും ഹരി വെട്ടിയാറിനെ അറിയാം. അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ഹരി വെട്ടിയാർ. അദ്ദേഹം ഈ ഒരു ശില്പകർമ്മം മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം ഒരു വിമുക്തി ആർട്ടിസ്റ്റ് കൂടിയാണ്. ഒരു പല കാര്യങ്ങളിൽ അദ്ദേഹം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. ഒരു ബഹുമുഖ പ്രതിഭ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു കലാകാരൻ കൂടിയാണ്. ഒരു ശില്പി മാത്രമല്ല, ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം.